ഹലോ, ഞാൻ വിജിത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈറ്റമിൻ സി ഓർ അസ്കോബിക് ആസിഡ്. ഇൻ്റർനാഷണൽ ലൈസൻസിങ് എക്സാമായ CBT NCLEX RN പ്രോമെട്രിക് ഹാദ് DHA ഈ എക്സാമിനൊക്കെ വരുന്ന ടോപ്പിക്സിൽ ഒരു ചെറിയ പോർഷനാണ് ഡയറ്റ്. സോ ഡയറ്റ്സിൽ വൈറ്റമിൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഓർ അസ്കോബിക് ആസിഡ് നമ്മളുടെ ബോഡിയിൽ വളരെ കുറച്ച് മാത്രം സ്റ്റോർ ചെയ്യുകയും എന്നാൽ ഈസി ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഹാസ് 4 ഫങ്ഷൻ. 1. It is helping for iron absorption. 2. It is helping for the synthesis of neurotransmitters such as dopamine, epinephrine and norepinephrine. And 3rd, it is helping for the synthesis of collagen. That means blood vessels and connective tissues intercellular matrix produce ചെയ്യുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്. And the 4th function is it is helping for the production of epithelial cells. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി is necessary for protein synthesis. That means proteins are necessary for cell production or proteins are considered as building blocks. Protein normal ആയിട്ട് സിന്തസൈസ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ സി is necessary. So വൈറ്റമിൻ സി ഇമ്പോർട്ടൻ്റ് ആണ് സെൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ ബോഡിയിൽ നോർമൽ പുതിയ പുതിയ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യാനും വൈറ്റമിൻ സി ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സി ഡെഫിസിറ്റ് ആയാൽ വാട്ട് വിൽ ഹാപ്പൻ? വൈറ്റമിൻ സി ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് നോർമൽ വൂണ്ട് ഹീലിംഗ് ഡിലേഡ് ആവും. ദെൻ സ്കർവി, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് സ്കർവി. സ്കർവിയുടെ ഒരു മെയിൻ സൈനാണ് ഗം ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഗംസിൽ ചുമന്ന കളർ കാണുക. ദെൻ വൈറ്റമിൻ സി ഡെഫിസിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ഫിസിയോളജിക്കലി നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോർക്ക് സ്ക്രൂ ഹെയർ ആയിരിക്കും, അതായത് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന സ്ക്രൂ പോലെ ഇരിക്കുന്ന ഹെയർ ആയിരിക്കും. അതാണ് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഫിസിക്കൽ എക്സാമിനേഷൻ തെറോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ. ഇനി ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിന് ഹൗ വുഡ് വി മാനേജ് അല്ലെങ്കിൽ ഹൗ വുഡ് വി പ്രിവെൻറ്റ്? വൈറ്റമിൻ സി ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഡയറ്റ്സ് അവൈലബിൾ ആണ്. സോ പ്രൊവൈഡ് ദ ഫുഡ്സ് വിച്ച് ആർ ഹൈ റിച്ച് ഇൻ വൈറ്റമിൻ സി. സോ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് ഓൾ സിട്രസ് ഫ്രൂട്ട്സ്. ആൻഡ് യെല്ലോ കളർ ആയിട്ടുള്ള വെജിറ്റബിൾസിലും വൈറ്റമിൻ സി ഉണ്ട്. സോ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഞാൻ പറയാം. ഓറഞ്ച്, ടൊമാറ്റോ, സ്ട്രോബെറി, മെലൺ ആൻഡ് സ്പിനാച്ച്, ബ്രൊക്കോളി ആൻഡ് ലിവർ ആൻഡ് ഓയിസ്റ്റർ. ഇത്രയുമാണ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഡയറ്റ്. ഇനി ഇത് ഇൻ്റർനാഷണൽ ലൈസൻസിങ് എക്സാമുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്യിക്കുകയാണ്. എപ്പോഴും വൈറ്റമിൻ സി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ സി ഇസ് നെസസറി ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അതായത് പ്രോട്ടീൻസ് ആർ കൺസിഡേർഡ് ആസ് ബിൽഡിംഗ് ബ്ലോക്സ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം വൂണ്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോട്ടീൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ സിയും കൂടെ നിർബന്ധമായിട്ടും വേണം. അപ്പം പോസ്റ്റ് സർജറി കഴിഞ്ഞിട്ടുള്ളൊരു പേഷ്യൻറ്റിന് ഡയറ്റ് നമ്മൾ ഏത് ഡയറ്റാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? സോ പോസ്റ്റ് സർജറി നോർമലി വി റെക്കമെൻഡ് പ്രോട്ടീൻ പ്ലസ് വൈറ്റമിൻ സി റിച്ച് ഡയറ്റ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ബെഡ് സോർ ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഓപ്പൺ വൂണ്ട് ഉള്ള പേഷ്യൻസിനൊക്കെ പ്രോട്ടീൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ സിയും കൊടുക്കാറുണ്ട്. ഓക്കെ. ആൻഡ് വൈറ്റമിൻ സി ഇത് നാഷണൽ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ സി പ്രഗ്നൻസിയിൽ 85 mg വൈറ്റമിൻ സി ഇസ് റിക്വയർഡ്. ആൻഡ് അഗെയിൻ നഴ്സിംഗ് മദർ ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിനാണെങ്കിൽ 120 mg വൈറ്റമിൻ സി റീപ്ലേസ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറ്റമിൻ സി നല്ല ചൂട് തട്ടുമ്പം പെട്ടെന്ന് ഡിസ്ട്രോയ് ആവുന്നതാണ്. സോ വൈറ്റമിൻ സി റീപ്ലേസ് ചെയ്യുമ്പം എപ്പോഴും റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ വൈറ്റമിൻ സിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ യു ക്യാൻ സ്കോർ ബെറ്റർ മാർക്സ്.
സോ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, പ്ലസ് സബ്സ്ക്രൈബ് അദീന കോച്ചിങ് സെൻറ്റേഴ്സ് ചാനൽ.